നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. പിണറായി മന്ത്രിസഭയിൽ പുതിയ മന്ത്രിയായി OR കേളു സത്യപ്രതിജ്ഞ ചെയ്തു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേളുവിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മാനന്തവാടി MLA ആയ കേളുവിന് പട്ടികജാതി പട്ടികവർഗ വകുപ്പാണ് ലഭിക്കുക. മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് VD സതീശനും പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടിയും അടക്കമുള്ളവർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു. മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത OR കേളു സെക്രട്ടേറിയറ്റിലെത്തി ചുമതലയേറ്റു. വയനാട്ടിലെ വന്യജീവി ആക്രമണങ്ങൾ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ ഗൗരവമായി കാണുമെന്നും പ്രത്യേക ഉദ്യോഗസ്ഥനെ നിയമിച്ച് അതിനായി കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തിക്കാനുള്ള നടപടികൾ നടക്കുകയാണെന്നും ചുമതലയേറ്റ ശേഷം മന്ത്രി പറഞ്ഞു. വയനാട്ടുകാരുടെ പ്രതീക്ഷയ്ക്കൊത്തുയർന്ന് പ്രവർത്തിക്കാനാകുമെന്ന് പ്രതീക്ഷയെന്നും മന്ത്രി പ്രതികരിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമർശിച്ച് മുസ്ലിം ലീഗ് മുഖപത്രമായ ചന്ദ്രിക മോദിയുടെ തന്ത്രങ്ങളുടെ കോപ്പി പോസ്റ്റുമായാണ് മുണ്ടുടുത്ത മോദിയുടെ പടപ്പുറപ്പാടെന്ന് പറഞ്ഞുകൊണ്ടാണ് വിമർശനം. പിണറായി വിജയനെ ലക്ഷ്യം വെച്ചാണ് CPM നേതൃത്വ യോഗങ്ങളിൽ വിമർശനം ഉയർന്നതെന്നും സ്വന്തം മുഖം വികൃതമായത് മനസ്സിലാകാതെ മറ്റു പാർട്ടികളുടെ മുഖം വികൃതമാണെന്ന് വിളിച്ചു പറയുകയാണ് മുഖ്യമന്ത്രിയെന്നും ചന്ദ്രിക വിമർശിക്കുന്നു. തനിക്കെതിരെ CPMൽ ഉയരുന്ന വിമർശനങ്ങളോടുള്ള അസഹിഷ്ണുതയാണ് പിണറായി വിജയൻ മുസ്ലിം ലീഗിനെതിരെ തീർക്കുന്നതെന്ന് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം പറഞ്ഞു. മുസ്ലിം ലീഗിൻ്റെ മുഖം നഷ്ടപ്പെട്ടോ എന്ന് നോക്കുന്നതിന് മുമ്പ് സ്വന്തം മുഖമൊന്ന് മുഖ്യമന്ത്രി നോക്കുന്നത് നല്ലതാണെന്നും അദ്ദേഹം പറഞ്ഞു. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടെന്നതാണ് മുഖ്യമന്ത്രിയുടെ നിലപാടെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മുടെ മുഖ്യമന്ത്രി തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് പോവുകയാണെന്ന് കോൺഗ്രസ് നേതാവ് K മുരളീധരൻ പറഞ്ഞു. പിണറായി വിജയൻ്റെ നേതൃത്വം ഉള്ളിടത്തോളം കാലം CPM കേരളത്തിൽ രക്ഷപ്പെടില്ലെന്നും മുരളീധരൻ പറഞ്ഞു. തൃശ്ശൂരിൽ BJPയെ തോൽപ്പിച്ചത് CPM ആണ്. ഒരു ഭാഗത്ത് BJPയെ കുറ്റം പറയുകയും മറുഭാഗത്ത് BJPയെ സഹായിക്കുകയും ചെയ്യുന്ന പ്രവണതയാണ് മുഖ്യമന്ത്രിയുടേത്. TP കേസിൽ ഒരു പ്രതിയെയും രക്ഷപ്പെടാൻ UDF അനുവദിക്കില്ലെന്നും അത്തരമൊരു നീക്കത്തെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വിമർശനവുമായി മുസ്ലിം ലീഗ് നേതാവ് KM ഷാജി. ഈ തെരഞ്ഞെടുപ്പോടെ മുഖം നഷ്ടപ്പെട്ട ഏക മനുഷ്യൻ പിണറായി എന്ന് KM ഷാജി പറഞ്ഞു. CPMൻ്റെ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണം പിണറായി എന്ന ഒറ്റ മനുഷ്യനാണ്. അത് ബോധ്യപ്പെട്ടതിൻ്റെ അസ്വസ്ഥതയാണ് പിണറായിക്കെന്നും താനല്ല കുഴപ്പം മറ്റുള്ളവർക്കാണ് കുഴപ്പം എന്ന് വരുത്താനുള്ള പാഴ്വേലയാണ് പിണറായിക്കുള്ളതെന്നും KM ഷാജി വിമർശിച്ചു. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ മുഖ്യമന്ത്രിക്കും സർക്കാരിനും എതിരായ വിമർശനത്തിന് സംഘടിത സ്വഭാവമുണ്ടെന്ന് CPM സംസ്ഥാന നേതൃത്വം വിലയിരുത്തി. ആക്ഷേപങ്ങൾക്ക് പാർട്ടി അകത്തോ പുറത്തോ മറുപടി നൽകി പ്രശ്നം വഷളാക്കേണ്ടെന്നാണ് നേതൃത്വ തലത്തിലെ ധാരണ. നേതൃത്വ മാറ്റ ആവശ്യം തള്ളി MV ഗോവിന്ദൻ. പാർട്ടിയുടെയും സർക്കാരിൻ്റെയും നെടുന്തൂണാണ് പിണറായി വിജയനെന്ന് വിശേഷിപ്പിച്ചു. ക്രൈസ്തവ സഭകൾ തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയെ പിന്തുണച്ചത് വിദേശ ഫണ്ടിന് വേണ്ടിയാണെന്ന് CPM തൃശൂർ ജില്ലാ കമ്മിറ്റി അഭിപ്രായപ്പെട്ടു. വിദേശ ഫണ്ട് സ്വീകരിക്കുന്നതിനുള്ള വിലക്ക് നീക്കാമെന്ന് ധാരണയുണ്ടാക്കിയെന്നും വിലക്ക് പിൻവലിക്കുന്നതിന് വേണ്ടി തൃശൂർ സീറ്റ് BJPക്ക് നൽകിയായിരുന്നുവെന്ന് ജില്ലാ കമ്മിറ്റി ആരോപിച്ചു. ന്യൂനപക്ഷ വിഭാഗങ്ങളെ വേട്ടയാടുന്നത് എതിർക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ വോട്ട് UDFയിലേക്ക് പോയെന്നും യോഗം വിലയിരുത്തി. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവിന് റിപ്പോർട്ട് തേടിയത് ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ചട്ടപ്രകാരമാണെന്ന് ജയിൽ സൂപ്രണ്ടിൻ്റെ വിശദീകരണം. TP കേസിലെ പ്രതികൾക്ക് ഇളവ് നൽകില്ലെന്നും ജയിൽ മേധാവി വ്യക്തമാക്കി. ശിക്ഷ ഇളവ് നൽകാനായി 188 തടവുകാരുടെ പട്ടിക തയ്യാറാക്കി. അതോടൊപ്പം 158 പേരുടെയും വിടുതൽ സംബന്ധിച്ചും പോലീസിൻ്റെ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഈ റിപ്പോർട്ട് പരിശോധിച്ച ശേഷമാണ് ഒഴിവാക്കൽ നടക്കുന്നതെന്നും ജയിൽ മേധാവിക്ക് നൽകിയ വിശദീകരണത്തിൽ സൂപ്രണ്ട് പറയുന്നു. കണ്ണൂരിൽ വീണ്ടും ബോംബ് കണ്ടെടുത്തു. ന്യൂ മാഹി പെരിങ്ങാടിയിൽ തലശ്ശേരി മാഹി ബൈപ്പാസിൻ്റെ സർവീസ് റോഡരികിലാണ് സ്റ്റീൽ ബോംബ് കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം കൂത്തുപറമ്പിലും സ്റ്റീൽ ബോംബ് കണ്ടെത്തിയിരുന്നു. അതിനിടെ പാനൂർ ചെണ്ടയാട് റോഡിൽ സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചത് പരിഭ്രാന്തി പരത്തി. പൊട്ടിയത് ഏറുപടക്കമാണെന്നാണ് പോലീസ് പറയുന്നത്. സംസ്ഥാനത്ത് +1 ക്ലാസുകൾ ഇന്ന് ആരംഭിക്കും. മന്ത്രി V ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളെ തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ രാവിലെ സ്വീകരിക്കും. 2076 സർക്കാർ അൺഎയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഇന്ന് ക്ലാസുകൾ ആരംഭിക്കുന്നത്. ഇത്രയും വേഗത്തിൽ +1 ക്ലാസുകൾ ആരംഭിക്കാൻ കഴിഞ്ഞത് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ വിശ്രമമില്ലാത്ത പ്രവർത്തനങ്ങളുടെ ഫലമായാണെന്ന് മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. ബീഹാറിലെ +1 സീറ്റ് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്ന മുഖ്യ മുദ്രാവാക്യങ്ങളോടെ KSU പ്രവർത്തകരുടെ പ്രതിഷേധം. തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ വെച്ച് KSU പ്രവർത്തകർ തടഞ്ഞു. മന്ത്രിക്ക് നേരെ കരിങ്കൊടി വീശിയ പ്രവർത്തകർ
മന്ത്രിയുടെ കാറിലും കരിങ്കൊടി കെട്ടി. പ്രതിഷേധിക്കുന്നവർ പ്രതിഷേധിക്കട്ടെ എന്നാണ് മന്ത്രി പ്രതികരിച്ച്. പ്രതിഷേധത്തെ ചോദ്യം ചെയ്യുന്നില്ലെന്നും ഇത് അവരുടെ സമര രീതിയാണെന്നും പറഞ്ഞ് അദ്ദേഹം പ്രതിഷേധത്തിനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ടെന്നും പറഞ്ഞു. മലബാറിൽ +1 സീറ്റിൽ പ്രതിസന്ധിയില്ലെന്നും എല്ലാവരും കണക്കു നോക്കൂവെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. മലപ്പുറത്ത് ആവശ്യത്തിന് +1 സീറ്റുണ്ടെന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ വാദം തള്ളി SFI ഇന്ന് കളക്ടറേറ്റിലേക്ക് മാർച്ച് പ്രഖ്യാപിച്ചു. റാങ്ക് ജേതാക്കളെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അണിനിരത്തി സമരം ചെയ്യുമെന്ന് MSFും അറിയിച്ചു. പ്രതിസന്ധി രൂക്ഷമായതോടെ വിദ്യാഭ്യാസ മന്ത്രി നാളെ വിദ്യാർത്ഥി സംഘടനകളുടെ യോഗം വിളിച്ചു. അതേസമയം വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിക്കെതിരെ കരിങ്കൊടി പ്രതിഷേധം നടത്തിയ KSU തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ഗോപു നെയ്യാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കേരളത്തിലെ BJPയുടെ വിജയം ഗൗരവത്തോടെ കാണണമെന്ന് K രാധാകൃഷ്ണൻ MP പറഞ്ഞു. പുതിയ തലമുറയ്ക്ക് അനുഭവങ്ങൾ കുറവാണ്. പുതിയ സാഹചര്യത്തിൽ ഇടതുപക്ഷം എങ്ങനെ ഇടപെടണമെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നുവെന്നും പഴയ രീതികൾ മതിയോ എന്ന് ചർച്ച ചെയ്യണമെന്നും K രാധാകൃഷ്ണൻ ആവശ്യപ്പെട്ടു. തിരുവനന്തപുരം വിട്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് BJP നേതാവും തിരുവനന്തപുരത്തെ BJP ലോക്സഭാ സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. തിരുവനന്തപുരത്തെ വോട്ടർമാർക്ക് നന്ദി പറഞ്ഞ അദ്ദേഹം തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് താൻ ഇനിയും പ്രവർത്തിക്കുമെന്നാണ് പ്രസംഗത്തിൽ പറഞ്ഞത്. 18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനം ഇന്ന് തുടങ്ങും. ആദ്യ 2 ദിവസം അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയാണ് നടക്കുക. ആദ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പിന്നാലെ കേന്ദ്രമന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യും. 4 മണിയോടെയാണ് കേരളത്തിലെ MPമാരുടെ സത്യപ്രതിജ്ഞ നടക്കുക. എറണാകുളത്തെ KSRTCയുടെ പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മാണം ഉടൻ തുടങ്ങില്ലെന്നും സ്റ്റാൻഡ് നിർമ്മാണത്തിനായി കണ്ടെത്തിയത് ചതുപ്പ് നിലമാണെന്നും ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. നികത്തിയെടുക്കാൻ കോടിക്കണക്കിന് രൂപ വേണ്ടിവരുമെന്നും ചതുപ്പെടുക്കാൻ പറ്റില്ലെന്നും മന്ത്രി പറഞ്ഞു. കേളുവിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പരസ്പരം മിണ്ടാതെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രി പിണറായി വിജയൻ. ചടങ്ങിൽ ഇരുവരും പരസ്പരം സംസാരിച്ചിട്ടില്ല. അതേസമയം സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഗവർണർ ഒരുക്കിയ ചായ സൽക്കാരത്തിൽ മുഖ്യമന്ത്രി, മന്ത്രിമാരും പ്രതിപക്ഷ നേതാവും പങ്കെടുത്തു. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.